ഇതേ അമ്മയുടെ മുഖത്തെ പാടുമാറാനുള്ള മരുന്നാ. ഇത് തേച്ച് വെളുക്കും അമ്മേ? ആ, എന്നൊക്കെ മരുന്ന് കമ്പനിക്കാര് പറയുന്നേ. ഞാനും കൂടെ കളിച്ച് തേക്കട്ടെ? നിനക്കെന്തിനാ? നീ ഇപ്പൊ തന്നെ വെളുത്തതല്ലേ. നിനക്ക് പനി വന്നിട്ട് തേച്ചാ മതി. എന്റെ അപ്പുണ്ണി, നീ ആറാൻ പറ്റുന്ന വർത്താനൊന്നും പറയല്ലേ. ആയുർവേദിക് എന്ന് പറഞ്ഞ പച്ചമരുന്നുകൾ മാത്രം ചേർത്തുണ്ടാക്കുന്നത്. പച്ചമരുന്നെന്ന് പറഞ്ഞ ഇലയൊക്കെയോ? ഇലയും പൂവും ഒക്കെ ഉണ്ട്. രക്തചന്ദനം, ആര്യവേപ്പ്, കറ്റാർവാഴ, മഞ്ഞൾ, കുങ്കുമപ്പൂ, താമരയല്ലി, അങ്ങനെ കുറേ പച്ചമരുന്നുകൾ ഒന്ന് ചേർത്തുണ്ടാക്കുന്നതാ. താമരയല്ലയോ? ഇത് തേച്ച മുഖം താമരപ്പൂ പോലെ ആവോ? സംശയം എന്താ? എങ്കിൽ ഞാനും തേക്കാൻ പോവാ. അമ്മേ, എനിക്കും കൂടി ഇത്തിരി ക്രീം തരുമോ? ഓ, ഇത് കുറെ വാരി തേച്ച സുന്ദരി കോതയാവോ? മുഖത്തെ പാടൊക്കെ പോന്നു പറഞ്ഞു. ആര് പറഞ്ഞു? ഞങ്ങളുടെ ടീച്ചർ. ആ, എങ്കി പിന്നെ ടീച്ചറോട് പറ കുറച്ച് വാങ്ങിത്തരാൻ. ഇത് തേച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല. അമ്മ എന്തിനാ പിന്നെ തേക്കുന്നേ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. എനിക്ക് വേണ്ട പുണ്ണി. പനിയുടെ ക്ഷീണമൊക്കെ മാറിയോ ജാനിക്കുട്ടി? സ്കൂളിൽ പോവാൻ തുടങ്ങിയല്ലേ? ഇന്നു മുതൽ പോവാൻ തുടങ്ങി. മുഖത്തൊക്കെ നല്ലപോലെ വന്നല്ലോ. എന്തു ചെയ്യാനാ ആന്റി, ഇപ്പൊ കണ്ണാടി നോക്കാൻ തന്നെ മടിയാ. രക്തചന്ദനം അരച്ചു പുരട്ടിയ കുറച്ച് പ്രയോജനം കിട്ടും. ടീനേജ് സ്കിന്നല്ലേ, പാടുകളൊക്കെ പെട്ടെന്ന് മാറും. രത്നമ്മ ടീച്ചറിന്റെ മുഖത്തെ പാടുകളൊക്കെ മങ്ങാൻ തുടങ്ങിയില്ലേ? അമ്മ എന്തൊക്കെയോ ക്രീം തേക്കുന്നുണ്ട്. ആ, എങ്കിൽ ജാനിക്കുട്ടിക്ക് അത് തന്നെ ഉപയോഗിക്കാമല്ലോ. അമ്മ എനിക്കതൊന്നും തരില്ല ആന്റി. അതെന്താ ജാനിക്കുട്ടി? അമ്മ അങ്ങനെയാ. നിന്നോട് പറഞ്ഞ് ജോലിയൊക്കെ തീർത്തോടി. പുറകുവശത്തേക്ക് ചെല്ലടി. തേക്കാനുള്ള ഒരുകുന്നു പാത്രങ്ങളാ ടാപ്പിന്റെ ചോടി കിടക്കുന്നത്. രത്നമ്മ ടീച്ചർക്ക് എന്താ ജാനിക്കുട്ടിയോട് ഇത്ര ദേഷ്യം? എങ്ങനെ ദേഷ്യം വരാതിരിക്കും പ്രമീളെ? ഒരു ജോലി പറഞ്ഞ് ഏൽപ്പിച്ചാൽ അത് തീർക്കണ്ടേ? സദാ സമയത്തും ജോലി ചെയ്യാൻ അവളെന്താ വീട്ടുവേലക്കാരിയാണോ ടീച്ചറെ? ടീച്ചറുടെ സ്വന്തം മോളല്ലേ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ജാനിക്കുട്ടിയുടെ ഉള്ളിലെന്തോ പകയുള്ളത് പോലെയാ ടീച്ചറുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ. ഞാൻ രത്നമ്മ ടീച്ചറെ കുറ്റം പറയുവാന്ന് വിചാരിക്കല്ലേ. കണ്ണിന് കണ്ട കാര്യം പറഞ്ഞേ ഉള്ളൂ. കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല പ്രമീളെ. ഉള്ളതിനേക്കാൾ സ്നേഹം പുറമേ കാണിക്കാനൊന്നും എനിക്കറിയില്ല. അതിന്റെ കാരണമാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പുണ്ണിയോട് സൂര്യമോളോടൊക്കെ ടീച്ചർക്ക് എന്ത് സ്നേഹമാ. എന്റെ പിള്ളേരെ പോലെ ഞാൻ മറ്റവളെയും കരുതണോ പ്രമീളെ? ജാനിക്കുട്ടി ടീച്ചറുടെ മോളല്ലേ? അത് കണ്ടാ തന്നെ അറിഞ്ഞൂടെ പ്രമീളെ? ഒരു ശ്രീത്തോ ഐശ്വര്യോ എന്തെങ്കിലും അവളുടെ മുഖത്തുണ്ടോ? വിജയന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ളതാ. തള്ള ചത്തുപോയി. അതോടെ ഇവളെ ഉപേക്ഷിച്ചിട്ട് തന്തേ കടന്നു കളഞ്ഞു. ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നിശ്ചയമില്ല.
വിജയേട്ടന്റെ അമ്മ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. എനിക്ക് ഒട്ടും സമ്മതമില്ലായിരുന്നു. വല്ലവരുടെ സന്തതിയെ വളർത്തി വലുതാക്കാന്ന് എനിക്കെന്താ വഴിപാട് വല്ലതുണ്ടോ? ജാനിക്കുട്ടിക്ക് വേറെ ബന്ധുക്കൾ ആരുമില്ലേ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊരു ചുമടെടുത്ത് തലയെ വെക്കാൻ ആരെങ്കിലും തയ്യാറാവോ? അത് ശരിയാ. എന്നാലും ബന്ധുക്കളാവുമ്പോ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കാൻ ഏതു ബന്ധുക്കൾക്കാ താല്പര്യം? ഒരു കുട്ടിയെ വളർത്തി വലുതാക്കണേൽ പണച്ചെലവില്ലേ? ഇന്നത്തെ കാലത്ത് ഒരാളെ പഠിപ്പിക്കണേൽ ലക്ഷങ്ങളാ ചെലവ്. പെണ്ണായതുകൊണ്ട് ഒടുവിൽ കെട്ടിച്ചും വിടണം. സ്വന്തം മക്കളുടെ കാര്യം നോക്കിയിട്ട് മതിയല്ലോ അനാഥരെ സഹായിക്കുന്നത്. ഇതൊന്നും പറഞ്ഞ വിജയേട്ടന് മനസ്സിലാവില്ല. ശരി, എന്നാ പ്രമീള ചെല്ല്. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം ജോലി കിടക്കുന്നു. തിന്നാനല്ലാതെ ആ നാശത്തിനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ചെല്ല്. ശരി. ശരി.